ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചായക്കട കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇനി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യണത്. നല്ലോണം ഒന്ന് പതഞ്ഞ് വരുന്നത് പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നല്ലവണ്ണം ഒന്ന് പതഞ്ഞ് വെള്ള കളറിലാവണം ഈ മുട്ട. 2 കൈ കൊണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് കടഞ്ഞെടുക്കണം. ഉണ്ടോ, ഏകദേശം നമുക്ക് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി കേസരി പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 കപ്പ് പഞ്ചസാര ചേർത്ത് അതും ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത്, പഞ്ചസാര പൊടിച്ചിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഇനി കുറച്ച് ഏലക്കയും കൂടെ അതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 4 കപ്പ് മാവാണ് ഞാൻ ചേർക്കുന്നത്. മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആദ്യം സ്പൂണ് കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ചേർന്ന് മിക്സായി വരുന്ന രീതിക്ക് എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കാം. കയ്യിൽ കുഴച്ചെടുക്കുമ്പോൾ ഈ കയ്യിൽ ഇതിൻ്റെ പരുവം വന്നിട്ട് കയ്യിൽ ഒട്ടണം കേട്ടോ. കയ്യിൽ ഒട്ടിയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒന്ന് പരുവാവുള്ളൂ. അങ്ങനെ നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 3-4 മണിക്കൂർ വരെ വെക്കേണ്ടി വരും കേട്ടോ. എണ്ണ ഏകദേശം ചൂടായി. ഇനി അതിലേക്ക് നമുക്ക് ഇതിനെ ഉരുട്ടിയിട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയിട്ട് കൊടുത്തത്. അങ്ങനെ 2-3 ബോളായിട്ട് ഞാനങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുത്ത്. ഇനി അത് ഓരോന്നായിട്ട് ഇനി മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വരും. അതാ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2-3 എണ്ണം ചേർത്തിട്ട് കൊടുക്കാം. അത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ വെട്ട് വരുന്നത് കണ്ടോ. നമ്മൾ മാവ് പാകമായി വരുമ്പോഴത്തേനാണ് ഈ വെട്ട് നമുക്ക് താനേ വരുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബായ്.